മിസ്സിംഗ് ടൂത്ത് എപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല്ല് പോയി കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പല്ല് ഇങ്ങനെ ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. സൈഡിലത്തെ പല്ലുകളെല്ലാം ഷിഫ്റ്റ് ചെയ്യുകയും താഴത്തെ ഒരു പല്ല് മിസ്സായി പോയതാണെങ്കിൽ മേളിലത്തെ പല്ല് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ബൈറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. കറക്റ്റ് കോണ്ടാക്റ്റിൽ അടയുന്ന സ്ഥലത്ത് ചരിഞ്ഞ് കഴിയുമ്പോൾ ചരിഞ്ഞ് അടയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ബൈറ്റ് ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്ക് മസിൽസിന് പെയിൻ ഉണ്ടാവാൻ തുടങ്ങുകയും ജോയിൻറ്റിന് ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മളൊരു പല്ല് റീപ്ലേസ് ചെയ്യാൻ ആലോചിക്കുവാണെങ്കിൽ ഈ ചരിഞ്ഞ പല്ലെല്ലാം നമുക്ക് നേരെ ആക്കേണ്ടി വരും. പല്ല് കമ്പിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവോ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവോ ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇന്റൻഷണൽ റൂട്ട് കനാൽ ചെയ്യോ ഒക്കെ ചെയ്ത് ഈ പല്ല് കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനിലാക്കിയിട്ടേ നടുക്കൊരു പല്ല് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും. മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.